എടപ്പാൾ നടുവട്ടം കണ്ണഞ്ചിറയിൽ കെഎസ്ആർടിസി ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. നടുവട്ടം സ്വദേശി മതിലകത്ത് അച്യുതനാണ് മരിച്ചത്. 9 വയസ്സുള്ള പെൺകുട്ടിയെ താമസ വീട്ടിൽ വെച്ച് അമ്മയുടെ അറിവോടെ രണ്ടാനച്ഛൻ ഗുരുതര ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പട്ടാമ്പി കോടതി ശിക്ഷ വിധിച്ചു. അച്ഛൻ 80 വർഷവും അമ്മയ്ക്ക് 3 വർഷവും തടവ്. പാലക്കാട് ചാൽശ്ശേരിയിലാണ് സംഭവം. തൃത്താല വെള്ളിയാങ്കല്ല് പാലത്തിന് താഴെ യുവാക്കളുടെ സാഹസിക മീൻപിടുത്തം. അധികൃതരുടെ മുന്നറിയിപ്പുകൾ ലംഘിച്ചാണ് ഇത്തരത്തിൽ മീൻപിടുത്തം നടത്തുന്നത്. തൃത്താലയിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നുമായി നിരവധി പേരാണ് സാഹസിക മീൻപിടുത്തത്തിനായി വെള്ളിയാങ്കല്ലിൽ എത്തിച്ചേരുന്നത്. ജലനിരപ്പ് കൂടിയതോടെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി. ഇതോടെ ശക്തമായ ഒഴുക്കാണ് പുഴയിൽ അനുഭവപ്പെടുന്നത്. ആലൂരിൽ ഗൃഹനാഥനെ വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തേവർകളത്തിൽ സുന്ദരനാണ് മരിച്ചത്. രാത്രി മുതൽ സുന്ദരനെ കാണാനില്ലായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലാണ് 1 മണിയോടെ മൃതദേഹം കിണറ്റിൽ നിന്നും കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക വിവരം. തൃത്താല പോലീസ് സ്ഥലത്തെത്തി അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അസുഖബാധിതനായ സുന്ദരൻ ഏറെ നാളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. പൊന്നാനി നെയ്തല്ലൂർ 12ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 CBSE വിജയികൾക്ക് ആദരവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. കപ്പൂർ പഞ്ചായത്തിലെ പറക്കുളം യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേക്കോട് പെരുങ്കണ്ണൂർ കുളം വൃത്തിയാക്കി.